പിതാവിനു മക്കളോടെന്നപോലെ കർത്താവിനും തൻ്റെ ഭക്തരോട് അലിവു തോന്നുന്നു. എന്തിൽ നിന്നാണു നമ്മെ മെനഞ്ഞെടുത്തതെന്ന് അവിടുന്ന് അറിയുന്നു. നാം വെറും ധൂളിയാണെന്ന് അവിടുന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. മനുഷ്യൻ്റെ ജീവിതം പുല്ലുപോലെയാണ്. വയലിലെ പുല്ലുപോലെ അതു വിരിയുന്നു. എന്നാൽ കാറ്റടിക്കുമ്പോൾ അത് കൊഴിഞ്ഞുപോകുന്നു. അതു നിന്നിരുന്ന ഇടം പോലും അതിനെ ഓർക്കുന്നില്ല. എന്നാൽ കർത്താവ് കാരുണ്യം അവിടുത്തെ ഭക്തരുടെ മേൽ എന്നേക്കുമുണ്ടായിരുന്നു. അവിടുത്തെ നീതി തലമുറകളോളം നിലനിൽക്കുന്നു. അവിടുത്തെ ഉടമ്പടി പാലിക്കുന്നവരുടെ, അവിടുത്തെ കൽപ്പനകൾ ശ്രദ്ധാപൂർവം അനുസരിക്കുന്നവരുടെയും. എൻ്റെ ആത്മാവ് കർത്താവിനെ വാഴ്ത്തുക. അവിടുന്ന് നൽകിയ അനുഗ്രഹമൊന്നും മറക്കരുത്. അവിടുന്ന് നിന്റെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്നു. നിന്റെ രോഗങ്ങൾ സുഖപ്പെടുത്തുന്നു. അവിടുന്ന് നിന്റെ ജീവനെ പാതാളത്തിൽ നിന്നു രക്ഷിക്കുന്നു. അവിടുന്ന് സ്നേഹവും കരുണയും കൊണ്ടു നിന്നെ കിരീടമണിയിക്കുന്നു. നിന്റെ യൗവനം നിന്റെ ജീവിതകാലമത്രയും നിന്നെ സംതൃപ്തിക്കുന്നു. കർത്താവ് പീഡിതരായ എല്ലാവർക്കും നീതിയും ന്യായവും പാലിച്ചു കൊടുക്കുന്നു. അവിടുന്ന് തൻ്റെ വഴികൾ മോശെയ്ക്കും പ്രകൃതി ഇസ്രായേൽ ജനത്തിനും വിട്ടുനൽകുന്നു. ദൈവത്തിനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.